ഇസ്രായേലിൽ കനത്ത ആക്രമണം. ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായാണ് ആക്രമണം നടത്തിയത്. വടക്കൻ ഇസ്രായേലിൽ മിസൈലുകൾ നേരിട്ട് പതിച്ച് സ്ഫോടനമുണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട്. 6 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. അഫ്താബ് റഹ്മാൻ ചെയ്യുന്ന വിശദാംശങ്ങൾ നൽകാൻ. അഫ്താബ്, ഇസ്രായേലിൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇറാനും ഹിസ്ബുള്ളയും സംയുക്തമായ ആക്രമണം നടത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. എവിടെയാണ് ആക്രമണം നടത്തിയത്? എന്താണ് സാഹചര്യം? റിപ്പോർട്ടുകൾ എങ്ങനെ? അജീന, ഇന്ന് വൈകിട്ട് മുതൽ തന്നെ വലിയ തോതിൽ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ഇസ്രായേലിനകത്തേക്ക് നടന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇറാനിൽ നിന്നും മിസൈൽ പുറപ്പെട്ട ശേഷം ഏതാണ്ട് 3 രാജ്യങ്ങൾ കവർ ചെയ്ത് വേണം അവ ഇസ്രായേലിലേക്ക് എത്താൻ. ഇതിനിടയിൽ ഭൂരിഭാഗവും ഇസ്രായേലും ഒപ്പം തന്നെ സമീപ രാജ്യങ്ങളും പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിലാണ് നിരവധി മിസൈലുകൾ ഇതെല്ലാം മറികടന്ന് ഇസ്രായേലിന്റെ ആകാശത്തേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് വൈകിട്ട് നിരവധി മിസൈലുകൾ പ്രതിരോധിച്ചിരുന്നു. അതിനിടയിൽ ചില മിസൈലുകളുടെ ഭാഗങ്ങൾ നിലത്ത് പതിക്കുകയും ചിലയിടത്ത് കാര്യമായി നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ ഒരു വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ആക്രമണത്തിലാണ്. അത് വടക്കൻ ഇസ്രായേലിലുള്ള നെഹരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ തീപിടുത്തം ഉണ്ടായതായുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലി മാധ്യമങ്ങളും ഒപ്പം IDF-ഉം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ റോക്കറ്റുകൾ നേരിട്ട് പതിച്ചതായി, അതായത് അവശിഷ്ടങ്ങൾ പതിച്ചല്ല, നേരിട്ട് റോക്കറ്റുകൾ പതിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതും IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. അതിൽ തന്നെ 6 പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയതായി അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലെബനോനിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് ഇപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കരസേന, ഇസ്രായേലിന്റെ കരസേന ലെബനോനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നുണ്ട്, ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണം 900 കവിഞ്ഞതായാണ് ലെബനോനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ ഇറാനൊപ്പം തന്നെ ലെബനോനകത്തും വലിയ തോതിലുള്ള സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഒരേ സമയം നടക്കുന്നുണ്ട്. ഇറാനകത്തും സമാനമാണ് സ്ഥിതി. വലിയ തോതിൽ ആക്രമണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പ്രത്യാക്രമണം നടക്കുന്നതും. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ 17ാം ദിനത്തിലും 4 ദിനം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഇറാനെ ശേഷി നശിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞെടുത്താണ് ഇപ്പോഴും 17ാം ദിനത്തിലും ഇസ്രായേലിനകത്തേക്ക് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മിസൈലുകൾ പതിക്കുകയും റോക്കറ്റുകൾ നേരിട്ട് പതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീന.